നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കെ എം മാണിയെ ക്ഷണിച്ച് എം ഹസൻ. ക്ഷണം തൽക്കാലത്തേക്ക് തള്ളി കെ എം മാണി. ഈ ക്ഷണം കോൺഗ്രസിന് ക്ഷീണമാണോ അതോ കൂടുതൽ നേട്ടമാണോ ഉണ്ടാക്കുന്നത്? എം ഹസൻ കെ എം മാണിയെ ക്ഷണിക്കുന്നു. കെ എം മാണി ക്ഷണം നിരസിക്കുന്നു. UDF-ൽ നിന്ന് ആരും പറഞ്ഞു വിട്ടതല്ലെന്ന് ചെന്നിത്തലയുടെ പ്രതികരണം. എന്താണ് കേരള കോൺഗ്രസ് ബന്ധത്തിൽ പുതുതായി ഉടലെടുക്കുന്ന ചർച്ചകൾ? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു, പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീ A. സജീവൻ, ഒപ്പം ശ്രീ R. ബാലകൃഷ്ണപിള്ളയും ഈ ചർച്ചയിൽ ചേരും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്നലെ മലപ്പുറത്തെ റിസൾട്ട് വന്ന ശേഷം കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണിയിൽ നിന്ന് വന്ന പ്രതികരണം കോൺഗ്രസിന് ആശ്വാസം നൽകുന്നതല്ല. UDF-ന് പൊതുവെ അത് ആശ്വാസം നൽകുന്നതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും ആ വിജയത്തിൽ ആഹ്ലാദിക്കാം. ഒപ്പം കെ എം മാണിയും ആ വിജയത്തിൻ്റെ ഭാഗഭാക്കാണ് എന്ന് അവർ ഇന്നും അത് ആവർത്തിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസിനെ നേരിട്ട് അംഗീകരിക്കാത്ത കെ എം മാണിയെ ഇന്ന് KPCC പ്രസിഡന്റ് എം ഹസൻ ക്ഷണിച്ചത്? അല്ല, ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എം ഹസനുമായും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിട്ടാണ് ഇന്ന് കൈരളി ചാനലിൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂരിൽ ഒരു MLA സത്യാഗ്രഹം നടത്തുന്നുണ്ട്, അനിൽ അക്കരെ. ആ സത്യാഗ്രഹത്തിന് പോകാനായിട്ടാണ് അദ്ദേഹം തൃശ്ശൂർ പോയത്. അപ്പോൾ സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ തൃശ്ശൂർ വെച്ച് കാണുകയും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം ഇത്തരം ഒരു കമൻറ്റ് പാസ്സാക്കിയത്. നേരെ മറിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വാർത്താസമ്മേളനം നടത്തിയിട്ടാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക. ഇതങ്ങനെയല്ല. പത്രക്കാർ ഓരോ ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യത്തുത്തരമായി പറഞ്ഞു. ഈ ഉത്തരം ഇതിനു മുമ്പ് 3 പേര് പറഞ്ഞിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന VM സുധീരൻ കെ എം മാണി UDF-ലേക്ക് മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും അദ്ദേഹം മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടു. ശ്രീ രാജ്മോഹൻ, ഒരു കാര്യം അതിനകത്ത് ചൂണ്ടിക്കാട്ടാനുള്ളത്, ഇന്ന് ശ്രീ എം ഹസൻ പറഞ്ഞതിനകത്ത് ശ്രീ കെ എം മാണി തിരിച്ചു വരുന്നതിനെ കുറിച്ച് UDF 21-ാം തീയതി യോഗം കൂടി അതിനകത്തൊരു അജണ്ടയാണത്, അത് ചർച്ച ചെയ്യാൻ പോകുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പത്രക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കൂടി കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ചിരിക്കുകയാണത്. അങ്ങനെയല്ല. 21-ാം തീയതി നടക്കുന്ന UDF-ൻ്റെ റുട്ടീൻ യോഗമാണ്. ആ യോഗത്തിൻ്റെ അജണ്ടയിൽ ഇതൊരു വിഷയമേ അല്ല. മാത്രമല്ല, അന്ന് ആരെങ്കിലും ഇപ്പോൾ കോൺഗ്രസ്സിന് അദ്ദേഹം മടങ്ങി വരണമെന്നുള്ള അഭിപ്രായമുണ്ട്. ഇതേ അഭിപ്രായം UDF-ലെ എല്ലാവർക്കും ഉണ്ട്. മുസ്ലിം ലീഗിനുണ്ട്, കേരള കോൺഗ്രസ് ജോണി നെല്ലൂർ ഗ്രൂപ്പിനുണ്ട്, അതുപോലെ തന്നെ ജനതാദളിനുണ്ട്. UDF-ലെ എല്ലാ ഘടകകക്ഷികളും, കോൺഗ്രസ് അടക്കം എല്ലാവരും, RSP അടക്കം ഒരേ സ്വരത്തിൽ ശ്രീ കെ എം മാണി മുന്നണിയിലേക്ക് മടങ്ങി വരണമെന്ന അഭിപ്രായക്കാരാണ്. പക്ഷേ 21-ാം തീയതിയിലത്തെ അജണ്ടയിൽ ഇതൊരു വിഷയമേ അല്ല. നേരെ മറിച്ച് ആരെങ്കിലും 21-ാം തീയതിയത്തെ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചാൽ അത് ചർച്ച ചെയ്യപ്പെടുമെന്നല്ലാതെ UDF-ൻ്റെ യോഗത്തിലെ അജണ്ടയായി ശ്രീ കെ എം മാണി വരുന്നതിനെ കുറിച്ചിട്ട് ഒരു ചർച്ചയില്ല. ശ്രീ ഉണ്ണിത്താൻ, ഇപ്പോൾ KPCC പ്രസിഡന്റ് 21-ാം തീയതി ഇത് ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ അത് അജണ്ടയുടെ ഭാഗമായി കാണണ്ടേ? പ്രസിഡന്റ് അല്ലേ ഈ അജണ്ട അവസാനമായി തീരുമാനിക്കേണ്ടത്? അല്ല, UDF-ൻ്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന KPCC പ്രസിഡന്റ് അല്ലല്ലോ. UDF-ൻ്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് UDF-ൻ്റെ ചെയർമാൻ ശ്രീ രമേശ് ചെന്നിത്തലയാണ്, പ്രതിപക്ഷ നേതാവാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ എം ഹസന് വേണമെങ്കിൽ ആ UDF യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാം. അപ്പോൾ ഉന്നയിക്കുമ്പോൾ അജണ്ട തീരുമാനിക്കുന്നതും ചർച്ച നടക്കുന്നതൊക്കെ UDF ചെയർമാനാണ്. അതേസമയം UDF-ന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ശ്രീ എം ഹസന് വേണമെങ്കിൽ ഈ വിഷയം ആ യോഗത്തിൽ ഉന്നയിക്കാം, അദ്ദേഹത്തിന് ഉന്നയിക്കാം. UDF-ലെ എല്ലാ പാർട്ട്നേഴ്സിനും വേണമെങ്കിൽ മാണിയെ മടക്കി കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാം. ശരി, ഞാൻ ഈ തർക്കത്തിലേക്ക് പോകുന്നില്ല. ആദ്യം അത് UDF-ൽ തന്നെയാണ് ആ തർക്കം തീരേണ്ടത്, അവിടെയാണ് അത് തീരുമാനിച്ച അജണ്ട ആകേണ്ടത്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത രാവിലെ വന്നതിന് ശേഷം ഇനി 21-ാം തീയതി ഇത് ചർച്ച ചെയ്ത് കെ എം മാണിയെ UDF-ലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അല്ല, UDF-ൽ ഇപ്പം കെ എം മാണി ഇല്ലെന്ന് പറയുന്നത് വെറും സാങ്കേതികം മാത്രമാണ്. കാരണം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങളും അവരുമായി ഒരുപാട് പഞ്ചായത്തുകളിൽ സ്ഥാനമാനങ്ങൾ പങ്കിട്ടെടുത്തിട്ടുണ്ട്. ആ ധാരണ ഇപ്പോഴും അഭംഗുരം തുടരുകയാണ്. മാത്രമല്ല,
ചരൽക്കുന്നിൽ കൂടിയ കേരള കോൺഗ്രസിൻ്റെ യോഗം മുന്നണി വിടാൻ തീരുമാനിച്ചപ്പോഴും അവർ അസന്നിഗ്ധമായ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ മുന്നണി വിടുന്നെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പരസ്പരം ഉണ്ടാക്കിയ ധാരണ തുടരും. അപ്പോൾ ധാരണ തുടരുമെന്ന് പറഞ്ഞാൽ മുന്നണിയുടെ ഒരു ഭാഗമാണ്. പൂർണ്ണമായി മുന്നണിയിൽ നിൽക്കുന്നില്ലെങ്കിൽ പോലും ഭാഗികമായി ഇപ്പോഴും ശ്രീ കെ എം മാണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇനി ഒരു കാര്യം കൂടി അതിൽ പറയാം. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മത്സരിച്ചു, അദ്ദേഹം മുസ്ലിം ലീഗാണ്, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച ആ സ്ഥാനാർത്ഥിത്വം UDF ആണല്ലോ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പം UDFിൽ ചെറുതും വലുതുമായ ഒരുപാട് കക്ഷികളുണ്ട്. അപ്പോൾ ആ ചെറുതും വലുതുമായ എല്ലാ കക്ഷികളും എവിടെങ്കിലും മത്സരിച്ച് ജയിക്കുമ്പോൾ അത് ആ പാർട്ടിയുടെ മാത്രം വിജയമായിട്ട് അങ്ങനെ കാണാൻ ആർക്കും കഴിയില്ല. കാരണം ഏത് പക്ഷിയാണോ UDFിനായാലും LDFിനായാലും നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ കീഴിലുള്ള മുന്നണി എന്നുള്ളതിലേക്ക് ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ അതിൻ്റെ കോട്ടം ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് പൊതുവെയാണ്. ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് മുന്നണിക്ക് മാത്രമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇത് കുഞ്ഞാലിക്കുട്ടിയുടെ വിജയമാണെന്ന് പറഞ്ഞാൽ ആ വിജയത്തിൻ്റെ ഒരു തിളക്കം കെടുത്താൻ അത് സഹായിക്കുമെന്നല്ലാതെ ഒരിക്കലും യാഥാർത്ഥ്യവുമായി അതിന് പുലബന്ധമുണ്ടെന്ന് കേൾക്കുന്ന ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ട് മറ്റ് അതിഥികൾ കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ തുടരുന്നുണ്ട്. ശ്രീ ഉണ്ണിത്താൻ, ഈ കെ എം മാണി ഇപ്പോൾ UDFിലേക്ക് വരണ്ട എന്നൊരു അഭിപ്രായം കോൺഗ്രസിൽ ചിലർക്കെങ്കിലും ഉണ്ടല്ലോ. ആ രീതിയിൽ പ്രതികരിച്ചവരുടെ കൂട്ടത്തിൽ PT തോമസ് തുറന്നു പറഞ്ഞ ഒരാളാണ്. ശ്രീ KC വേണുഗോപാലും ശ്രീ VD സതീശനും ഒക്കെ ഇത് പറയേണ്ട വേദികളിൽ പറയുമെന്ന് ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. അപ്പോൾ വേറെയും ആളുകളുണ്ട്, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള താല്പര്യമുള്ളവരുടെ ഒരു കൂട്ടം ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉള്ള സ്ഥിതിക്ക് അത്ര എളുപ്പമല്ല കെ എം മാണിയെ UDFിലേക്ക് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ തീരുമാനം വന്ന് വിളിക്കാൻ എന്നല്ലേ കരുതേണ്ടത്? ലാലെ, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഉള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാർട്ടിയിൽ പലർക്കും സ്വന്തം അഭിപ്രായമുണ്ട്. ഞാനിപ്പോൾ ലാല് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് ഒരു മറുപടി ഞാൻ പറയാം. 21-ാം തീയതിയാണ് UDF യോഗം നടക്കുന്നത്. അതേസമയം നാളെ KPCCയുടെ ഒരു ഉന്നത യോഗം KPCC ഓഫീസിൽ പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ എന്തായാലും ഇത് ചർച്ചയ്ക്ക് വരുമെന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. അപ്പോൾ നാളെ നടക്കുന്ന യോഗത്തിൽ ആരൊക്കെയാണ് ഇത് ഡിഫർ ചെയ്യുന്നതെന്നുള്ള നാളെ യോഗത്തിൽ അറിയാം. ഇതൊന്നും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും രഹസ്യമായി വയ്ക്കാനാവില്ലെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ലാലിനടക്കം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാളെ KPCCയുടെ യോഗത്തിൽ ആരൊക്കെയാണ് മാണി വരുന്നതിന് എതിരായിട്ടുള്ളത് എന്നുള്ളത് അറിയാം. എന്തായാലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ മുൻനിര നേതാക്കന്മാരിൽ ഒരു 90% ആളുകളും ശ്രീ കെ എം മാണി UDFിലേക്ക് മടങ്ങി വരണം എന്ന അഭിപ്രായമുള്ളവരാണ്. അതുപോലെ തന്നെ ഒരു 10% ആളുകൾക്ക് വരാം. ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ ശരി, ഇങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചരൽക്കുന്ന് ക്യാമ്പിൽ കേരള കോൺഗ്രസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അവരുടെ ചില പരാതികളുണ്ട്, അവർ അതിനു മുമ്പ് തന്നെ പുറത്തേക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തീർന്നിട്ടുണ്ടോ? അത് മാറിയ ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? അല്ല, UDFിൽ നിന്ന് ശ്രീ കെ എം മാണിയെയോ കേരള കോൺഗ്രസിനെയോ ഞങ്ങളാരും പറഞ്ഞു വിട്ടിട്ടില്ല. ഞങ്ങളാരും അദ്ദേഹം ഈ മുന്നണി വിടണമെന്നോ മുന്നണിക്ക് പുറത്തു പോകണമെന്നോ ആവശ്യപ്പെട്ടിട്ടല്ല അദ്ദേഹം പോയത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ അവിഭാജ്യ ഘടകമായി നിന്ന് മത്സരിക്കുകയും ഒരുമിച്ച് പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ചേതോ വികാരം എന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് ഈ മുന്നണി വിടാൻ ഉണ്ടായ സാഹചര്യം ഇപ്പോഴും അജ്ഞാതമാണ്. അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കും മാത്രമേ അറിയൂ. ആ അജ്ഞാതമായ കാരണങ്ങളുടെ പേരിലാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഇനി ചരൽക്കുന്ന് ക്യാമ്പിൽ ഒരു തീരുമാനമെടുത്ത ആ പാർട്ടി ആ തീരുമാനം പുനഃപരിശോധിക്കേണ്ട സമയമാകുമ്പോൾ പുനഃപരിശോധിക്കട്ടെ. എന്തായാലും ശ്രീ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFിൻ്റെ വാതിൽ കെ എം മാണിക്കായി കൊട്ടി അടച്ചിട്ടില്ല, അത് തുറന്നിട്ടിരിക്കുന്നു. അദ്ദേഹം എടുത്ത തീരുമാനം എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് തിരുത്താം, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം. മടങ്ങി വരുന്നതിന് UDFിൽ കോൺഗ്രസ് പാർട്ടിയും UDFിലെ ഘടകകക്ഷികളും അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പം മടങ്ങണമെന്ന് തോന്നിയാലും വരാൻ തിരിച്ചു വരാം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ദയവായി തുടരുക ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ സജി മഞ്ഞക്കടമ്പൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ലഭ്യമായിട്ടുണ്ട്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇതാണ് അവസ്ഥ. കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ന് രാവിലെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള വിശദീകരണമാണ് ഇപ്പോൾ കേട്ടത്. താങ്കൾ അത് എത്രമാത്രം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. എന്തായാലും പത്രക്കാർ ചോദിച്ചപ്പോൾ അതിനനുസരിച്ച് കെ എം മാണി വരുന്നതിന് എതിർപ്പില്ല എന്ന രീതിയിൽ പറയുകയായിരുന്നു. വാതിൽ കൊട്ടി അടച്ചിട്ടില്ല.
എം മാണിയെ 90% കോൺഗ്രസ്സുകാരും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും പറഞ്ഞു വിട്ടതല്ല എന്ന് പറയുമ്പോൾ ചരൽക്കുന്ന് ക്യാമ്പ് കഴിഞ്ഞ് എത്രമാത്രം UDF-നെ അടുത്തേക്ക് നീങ്ങിയിട്ടുണ്ട് കേരള കോൺഗ്രസ്? കേരള കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് വളരെ നെഞ്ചും പിരിച്ച് ഞങ്ങൾക്ക് രാഷ്ട്രീയ രംഗത്ത് ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. കാരണം എല്ലാവരും കേരള കോൺഗ്രസ് പാർട്ടിയെയും എം മാണി സാറിനെയും സ്വാഗതം ചെയ്യുന്നു. KPCC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട MM ഹസൻ എന്ന് സ്വാഗതം ചെയ്തു. ഞങ്ങളത് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷേ മാണി സാറിന് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല, ഞങ്ങളെ ഉപദ്രവിച്ചവരോടും വിരോധമില്ല, അല്ലെങ്കിൽ ഞങ്ങളെ ഇനി ഉപദ്രവിക്കാൻ നിൽക്കുന്നവരോടും വിരോധമില്ല. ഇതൊരു പീഡാനുഭവ കാലഘട്ടത്തിൽ ഒരുപക്ഷെ മാണി സാർ പറഞ്ഞ അങ്ങനെയാ, ഞങ്ങളെ ഉപദ്രവിച്ചോടും ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. പക്ഷെ ഏത് മുന്നണിയിലേക്ക് പോകും അല്ലെങ്കിൽ എന്തായിരിക്കും നാളത്തെ നിലപാടെന്നൊക്കെ പാർട്ടി കമ്മിറ്റിയൊക്കെ കൂടി ആലോചിച്ച് തീരുമാനമെടുക്കും. അത് M മാണി സാറിനെ ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച്, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ സന്തോഷം ഞാൻ പറഞ്ഞല്ലോ, BJP-ക്കാർ പണ്ടേ വളർന്നു തുറന്നിട്ടിരിക്കുന്നു. CPM ആണെങ്കിലും അല്ലെങ്കിൽ ഇടതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ M മാണി സാർ വരുന്നെങ്കിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറയുന്നത് അവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതാ, പണ്ടേ പറഞ്ഞതാ. ഇപ്പോൾ ഇതാണ് KPCC പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ 90% ബഹുമാനപ്പെട്ട 90% കോൺഗ്രസ് നേതാക്കന്മാരും M മാണി സാർ UDF-ലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അഭിമാനകരമാണ്. പക്ഷേ അത് മാണി സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ഈ പാർട്ടിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അദ്ദേഹം എടുക്കുന്ന ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇങ്ങനെ എല്ലാവരും സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന രീതിയിൽ ഒരു സുന്ദരിയാണ് കേരള കോൺഗ്രസ് എന്നുള്ള രീതിയിൽ M മാണി മുമ്പും അലങ്കാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാവരെയും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ BJP-യുടെ കാര്യം പറഞ്ഞു, കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു, LDF-ന്റെ കാര്യം പറഞ്ഞു. ഇവരെല്ലാവരും ഒരേപോലെ തന്നെയാണ്, തുല്യ ദൂരത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന് എന്ന് തന്നെയാണോ ഇന്നും കേരള കോൺഗ്രസ് പറയുന്നത്? തീർച്ചയായിട്ടും മാണി സാർ പറഞ്ഞു, ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല, ഞങ്ങൾ ആരുടെ അടുത്തും അപേക്ഷ കൊടുത്തിട്ടില്ല, ഞങ്ങൾ ആരുടെ അടുത്തും അല്ലെങ്കിൽ ഞങ്ങളെ മുന്നണി എടുക്കുമെന്ന് ഇപ്പൊ നിലവിൽ അപേക്ഷ കൊടുത്തിട്ടില്ല. എല്ലാവരും സമദൂരം കേൾക്കുന്നിടത്ത് തീരുമാനം എന്താ, കേരള കോൺഗ്രസ് പാർട്ടി സ്വതന്ത്രമായ നിലപാടെടുക്കുന്നു. ഇവിടെ ഇടതുപക്ഷത്തോട് അനുകൂലമായ നിലപാടെടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ UDF-നോട് അനുകൂലമായി എടുക്കുന്ന നിലപാട് കാര്യമില്ല, BJP-യോട് അനുകൂലമായ നിലപാടെടുക്കുന്നില്ല. ഇവിടെ പക്ഷേ UDF സ്ഥാനാർത്ഥി ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ പോയി പ്രസംഗിക്കുകയും അവിടെ പ്രചരണങ്ങളിൽ പങ്കെടുക്കുകയും അത് ഞങ്ങളുടെ കൂടെ വിജയമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു കാലെടുത്ത് UDF-നകത്തേക്ക് വെച്ച് കഴിഞ്ഞു എന്നാണ് നിരീക്ഷണം. അല്ല, ഞാൻ മാണി സാർ പറഞ്ഞല്ലോ, ഞങ്ങളെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് പാർട്ടിയും നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ജീവിച്ചു വന്നവരാണ്, പ്രവർത്തിച്ചവരാണ്. അത് സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് അഭേദ്യമായ ബന്ധവും സ്നേഹവും. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇതിങ്ങനെ ഏകോദര സഹോദരന്മാരെ പോലെ കുടുംബകാര്യങ്ങൾ നടത്തേണ്ട കാര്യമല്ലല്ലോ, ഇത് രാഷ്ട്രീയമാണ്. ഇതിനകത്ത് UDF-ന്റെ ഭാഗമാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തോട് എത്ര സ്നേഹമുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം മറന്ന് അവിടെ പോയി സഹായിക്കുന്നത് നിങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാടുകൾക്ക് വിരുദ്ധമല്ലേ? ഒരു കാര്യം പറയാം, ശ്രീ M മാണി സാർ കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ കാരുണ്യ പദ്ധതി ഉൾപ്പെടെ, അവർ വിലസ്ഥിരതാ ഫണ്ട് ഉൾപ്പെടെ, അല്ലെങ്കിൽ എന്താ പറയുക, യുവാക്കൾക്കുള്ള ലക്ഷം തൊഴിൽദാന പരിപാടി ഉൾപ്പെടെയുള്ള ജനക്ഷേമകരമായ പദ്ധതികളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് എന്തുകൊണ്ടോ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് അല്പം പ്രതിഷേധവും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സംശയമില്ല. BJP നമുക്കറിയാം, ഇവിടെ രാജ്യത്ത് വർഗീയത അടിച്ചേൽപ്പിക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നു. ആ ഒപ്പം ഞങ്ങൾക്ക് നിൽക്കാനാവില്ല. ഇത് സ്വാഭാവികമായും ഇവിടെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ M മാണി സാർ കേരള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമായിരുന്ന കാലഘട്ടത്തിൽ ഈ മന്ത്രിസഭയിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് തുടക്കം കുറിച്ച പദ്ധതികളൊക്കെ അട്ടിമറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പോക്കിനോട് ഞങ്ങൾക്ക് അല്പം എതിർപ്പുള്ളത്. സജി മഞ്ഞക്കടമ്പൻ, അപ്പോൾ പറഞ്ഞു വരുന്നത് അനുസരിച്ച് ഇടതുമുന്നണിയുടെ ചില നയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പില്ല, BJP-യുടെ വർഗീയതയോട് നിങ്ങൾക്ക് യോജിപ്പില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാവരെയും ഒരുപോലെ എന്നുള്ള ആ ദൂരത്തിലൊക്കെ വ്യത്യാസമുണ്ട്. UDF തന്നെയാണ് അപ്പോഴും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയത്, പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും. ഒരിക്കലുമില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. മാണി സാർ പറഞ്ഞു ഞങ്ങൾക്ക് ആരോടും പിണക്കമില്ലെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ കഴിഞ്ഞ 11 മാസമായി കേരളത്തിൽ നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭരണത്തിൽ ഞങ്ങളും തൃപ്തരൊന്നുമല്ല, കേരളത്തിലെ ജനങ്ങൾ തൃപ്തരല്ല. അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരല്ലെന്നേ പറഞ്ഞുള്ളൂ. ഇനി നാളെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭരണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ കുറച്ചുകൂടി നന്നായ രീതിയിൽ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഭരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഭരണം നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ ഈ CPM-ന്റെ നേതൃത്വത്തിൽ ഈ മന്ത്രിസഭ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ അതിനെ അനുകൂലിക്കും. ശരി, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരി ശരി, ഞാൻ തിരിച്ചു വരാം. ദയവായി തുടരണം ശ്രീ സജി മഞ്ഞക്കടമ്പൻ. ഈ ചർച്ചയിൽ താങ്കൾ തുടങ്ങി വെച്ചതുകൊണ്ട് ചില അഭിപ്രായങ്ങൾ പറയേണ്ടി വരും തുടർന്നും. ശ്രീ R ബാലകൃഷ്ണപിള്ള, ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിൽ നിന്നും ശ്രീ സജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതിൽ നിന്നും താങ്കൾ എന്താണ് വായിച്ചെടുക്കുന്നത്? ഇന്ന് ശ്രീ MM ഹസൻ ക്ഷണിച്ചിരിക്കുന്നു, KM മാണി തൽക്കാലത്തേക്കില്ല എന്ന് പറയുന്നു, സമയമായിട്ടില്ല എന്ന് പറയുന്നു, വീണ്ടും രമേശ് ചെന്നിത്തല പറയുന്നു ഇവിടുന്ന് ആരും പറഞ്ഞു വിട്ടതല്ല എന്ന് പറയുന്നു. എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്?
ഉണ്ണിത്താൻ പറഞ്ഞ ഒരു വാചകമാണ് അതിന്റെ ശരിയായ കാര്യം. അതായത് കെ.എം. മാണി UDF വിട്ടിട്ടില്ല എന്ന് ഉണ്ണിത്താൻ പറഞ്ഞ വാചകം ഓർമ്മ കാണുമെന്നാണ് എന്റെ വിശ്വാസം. എന്റെയും വിശ്വാസം അതാണ്. അതായത് കെ.എം. മാണി UDF വിട്ടു എന്ന് പറയുന്നത് ശരിയല്ല. അത് ഞാൻ അതിലേക്ക് വരാം. കെ.എം. മാണി ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ ഇലക്ഷൻ വന്നു, കൂടെ നിന്നു. നിയമസഭയിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഒരുമിച്ച് ഇറങ്ങിപ്പോകുന്നു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ കൂടെ വോട്ട് ചെയ്യുന്നു. ഇതുവരെയുള്ള കേരള കോൺഗ്രസ് മാണിയുടെ ഒരു പെരുമാറ്റവും ആ പാർട്ടിയുടെ പോക്കും കേരള കോൺഗ്രസ് ഏതെങ്കിലും കാരണവശാൽ UDF വിട്ടു എന്ന് തോന്നത്തക്ക ഒരു സാഹചര്യവും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ആദ്യം ഉണ്ണിത്താൻ പറഞ്ഞാണ് ശരി. പിന്നെ മാണി എവിടെയാണ് ചേരുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാണി ഏതായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അത് UDF തന്നെ മാണി ചെന്ന് എത്തുകയും ചെയ്യും എന്നുള്ളതിന് ഈ രാജ്യത്ത് രാഷ്ട്രീയത്തിന്റെ ABCD അറിയാവുന്നവർക്കെല്ലാം അറിയാം. മാണി വിട്ടത് ചില പ്രലോഭനങ്ങളിലാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രലോഭനമാണ്. NDAയുമായി ചേർന്ന് അതായത് നമ്മുടെ BJPയുടെ സംഘടന ഡൽഹിയിലെ ഉള്ള അവരുമായി ചേർന്ന് എന്തെങ്കിലും ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയായിരുന്നു മാണിക്കുണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാം. അത് ആരെങ്കിലും നിഷേധിച്ച കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുള്ള സാധ്യത പരാജയപ്പെട്ടു. ആ സാധ്യത പരാജയപ്പെട്ട സാഹചര്യത്തിലും പ്രത്യേകിച്ച് തീവ്ര ഹിന്ദു വിശ്വാസത്തിലേക്ക്, തീവ്ര ഹിന്ദു വികാരത്തിലേക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളെ കൊണ്ടുപോകാനുള്ള പരിശ്രമം, അതായത് മലപ്പുറത്ത് പരാജയപ്പെട്ട പരിശ്രമം, UPയിൽ വിജയിച്ച പരിശ്രമം, അത് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഹിന്ദുക്കളല്ലാത്ത വിഭാഗത്തെ, കേരളത്തെ ഒരു വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന, അവരുടെ സഹായത്തോടുകൂടി നിലനിൽക്കുന്ന കെ.എം. മാണിക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി അങ്ങനെയും വന്നു. സ്ഥാനമാനങ്ങളൊന്നും കിട്ടുമെന്ന് വിചാരിച്ച് ചിലരൊക്കെ സ്വാധീനിച്ചു. പക്ഷെ അത് ഉമ്മനം അത് പൊളിച്ചുവെന്നാണ് വാർത്ത. അതാണ് വേറൊരു വാർത്ത. അപ്പൊ അതുകൊണ്ട് ഇത് മൂന്നും കൂടെ ഒന്നിക്കാനേ ഒക്കത്തുള്ളൂ കുഞ്ഞാലിക്കുട്ടിക്ക്. അതായത് ഈ ഇരട്ടമറ്റതിന് പകരം 3 പേരെ പ്രസവിച്ച രീതിയിലാണ് ഇവിടെ കാര്യം. കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുഞ്ഞ്, അതുപോലെ തന്നെ കുഞ്ഞുമാണി, ഈ 3 പേരും ഒരുമിച്ചേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അവർ ഒരുമിച്ചാണ് നിന്നിരുന്നത്. ഇനിയും അങ്ങനെ തന്നെ നിൽക്കൂ. മാണി UDF വിട്ടൊന്നും പോയിട്ടില്ല. മാണി UDF വിട്ടുവാനായിട്ട് മാണിയുടെ പുറകിൽ നിൽക്കുന്ന ശക്തികൾ മാണിയെ അനുവദിക്കില്ല. അതിനൊരു സംശയവും ഇല്ല. ശരി, എപ്പോഴാണ് ചേരുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മാണി എത്തേണ്ട സ്ഥലമായ UDFിലെത്തും എന്നാണ് എന്റെ വിശ്വാസം. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ആർ ബാലകൃഷ്ണൻ. ശ്രീ ആന്റണി രാജു, ഇപ്പോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ശ്രീ സജി മഞ്ഞക്കടമ്പനും പറഞ്ഞത് വെച്ച് MM ഹസനും രമേശ് ചെന്നിത്തലയും കെ.എം. മാണി ഇന്ന് രാവിലെ സംസാരിച്ചത് കൂടി നിരീക്ഷിച്ചാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഇപ്പോൾ പറഞ്ഞത്. UDF വിട്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. കെ.എം. മാണി ഒപ്പം ഈ പ്രലോഭനങ്ങളെല്ലാം നടക്കില്ല എന്ന് വന്നപ്പോൾ ഇനി തിരിച്ച് UDFിലേക്കുള്ള മടക്കമാണ്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് സാധ്യമാകും. നിങ്ങളുടെ വായനയും അങ്ങനെയാണോ? ശ്രീ കെ.എം. മാണി ബൈബിളിലെ മുടിയനായ പുത്രൻ മടങ്ങിപ്പോയതുപോലെ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് ബാലകൃഷ്ണ സാർ പറഞ്ഞതുപോലെ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് നിശ്ചയമായിട്ടും UDFിലേക്ക് തന്നെ വലിഞ്ഞു കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എത്ര ബാലിശമായിട്ട് ആ പാർട്ടിയുടെ തീരുമാനത്തെ നമ്മൾ കണ്ടത്. അവർ പറഞ്ഞതെന്താ, ഒരു മുന്നണി വിടുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിഴുങ്ങിയിരിക്കുകയല്ലേ. അവർ പറഞ്ഞത് അവരെ പിന്നിൽ നിന്ന് കുത്തി കോൺഗ്രസ്, മാണിയെ ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ പിൻ ആയ ചില നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി, അതൊക്കെ ഞങ്ങൾ കണ്ടെത്തി, ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് കയ്യിലുണ്ടെന്നെല്ലാം പറഞ്ഞ് കോൺഗ്രസിനെതിരെ ഒരു വലിയ കുറ്റപത്രം ചരൽക്കുന്ന് ക്യാമ്പിൽ അവതരിപ്പിച്ചിട്ടാണ് ശ്രീ കെ.എം. മാണിയുടെ പാർട്ടി മാണി ഗ്രൂപ്പ് UDF വിടുന്നത്. അന്ന് പറഞ്ഞൊരു വാചകം എന്താ, ഞങ്ങൾ എല്ലാവരോടും തുല്യ അകലം പാലിക്കുമെന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, അത് പറഞ്ഞിട്ട് 1 വർഷം തികഞ്ഞില്ലല്ലോ. ഇപ്പോൾ മലപ്പുറം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്കറിയാം, മലപ്പുറം തിരഞ്ഞെടുപ്പിൽ മഷിയിട്ട് നോക്കിയാൽ പോലും മാണി ഗ്രൂപ്പിനെ കാണാൻ കഴിയില്ല. എന്നിട്ട് പോലും മലപ്പുറം തിരഞ്ഞെടുപ്പിൻ്റെ മറപിടിച്ച് UDFിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ അവർ പിന്തുണച്ചത്. UDFിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞെന്താ, ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള വ്യക്തിബന്ധം, കെ.എം. മാണിയുടെ വ്യക്തിബന്ധം. ഞാൻ ചോദിക്കുന്നത്, എന്നാ കെ.എം. മാണി കുഞ്ഞാലിക്കുട്ടിയുടെ സംബന്ധം വല്ലതും ഉണ്ടായോ?
ഇത് രാഷ്ട്രീയ പോരാട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധം. ഒരു UDF-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഞങ്ങൾ UDF-നല്ല പിന്തുണ, ആ സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ എന്ന് പറഞ്ഞാൽ എത്ര ബാലിശമായ രാഷ്ട്രീയ പാപ്പരത്വമാണ് മാണി ഗ്രൂപ്പിൻ്റെത്. ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, മാണി ഗ്രൂപ്പിൻ്റെ തീരുമാനം വരുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് ഈ ചാനലിൽ നിന്ന് പ്രഖ്യാപിക്കാം, കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണല്ലോ മലപ്പുറത്ത് പിന്തുണ കൊടുത്തെന്ന് പറഞ്ഞത്. നിങ്ങൾ എഴുതി വെച്ചോ, വേങ്ങരയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മാണി ഗ്രൂപ്പ് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന KPA മജീദാണെന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുക. അന്ന് എന്ത് ന്യായം പറയും? ഇപ്പോൾ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള വ്യക്തിബന്ധം, അന്ന് പറയും മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം. അങ്ങനെ ഒരു പരിധി വരെ ഈ മലപ്പുറം തെരഞ്ഞെടുപ്പോടുകൂടി ശ്രീ KM മാണിയുടെ പാർട്ടി ഒരു കാലെടുത്ത് UDF-നകത്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ നടക്കുന്നത് മുഴുവൻ ഒരു നാടകമാണ്. കോൺഗ്രസ് പാർട്ടിയുടെയും മാണി ഗ്രൂപ്പിൻ്റെ ഒരു നാടകമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നാടകത്തിന് നമ്മളൊക്കെ സാക്ഷിയാകേണ്ടി വരുന്ന നിർഭാഗ്യവശാൽ ഇത് ആർക്കറിഞ്ഞില്ലാത്തത് ഇവരൊക്കെ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇതെല്ലാം പറയുന്നതെന്നുള്ളത്. ഇത് ആത്മാഭിമാനമുള്ളവർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയി ഒരു വർഷം തികയുന്നതിന് മുമ്പേ പിന്നെ UDF-ന്റെ വാതിൽക്കൽ മുട്ടി ഇങ്ങനെ UDF-നെ പിന്തുണയ്ക്കാനായിട്ട് ശ്രീ ആന്റണി രാജു ഈ കാര്യത്തിൽ ഒരു മിനിറ്റിൽ താങ്കൾ ഒന്ന് ഉത്തരം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് നിരീക്ഷിച്ചാൽ ഇപ്പൊ KM മാണി നേരെ പോയി UDF-ന്റെ വാതിലിൽ മുട്ടി എന്നല്ലല്ലോ നമ്മളിപ്പോൾ കണ്ടത്. ശ്രീ MM ഹസൻ പോയി വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ആഗ്രഹിപ്പിക്കുകയായിരുന്നു എന്നാണ് എനിക്കിന്ന് തോന്നിയത്. അപ്പോൾ തിരിച്ചെന്താണ് കോൺഗ്രസിന് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായത്? ഡോക്ടർ ലാലേ, അങ്ങനെ ശ്രീ MM ഹസന് പറയാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകാരെ ശ്രീ KM മാണിയുടെ പാർട്ടിയല്ലേ, മാണി ഗ്രൂപ്പല്ലേ. UDF-ന് കോൺഗ്രസ് ആവശ്യപ്പെടാതെ, UDF ആവശ്യപ്പെടാതെ ശ്രീ KM മാണിയുടെ പാർട്ടിയല്ലേ ഏകപക്ഷീയമായി UDF-ന്റെ സ്ഥാനാർത്ഥിക്ക്, കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് പിന്തുണ കൊടുത്തത് മാണി ഗ്രൂപ്പാണ് ആദ്യം, അല്ലാതെ കോൺഗ്രസ് അഭ്യർത്ഥിച്ചിട്ടല്ലോ. ഞാനൊന്ന് പറയാം, മാണി ഗ്രൂപ്പ് പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് നമ്മളെല്ലാം അറിയാം, BDJS-ന്റെ സമുന്നതനായൊരു നേതാവിലൂടെ BJP-യുമായുള്ള പ്രവേശനമാണ് അവർ ആഗ്രഹിച്ച കേന്ദ്ര മന്ത്രിസ്ഥാനം വാങ്ങിക്കുന്നത്. പക്ഷേ BJP-യുടെ അമിത്ഷാ വളരെ വ്യക്തമായി പറഞ്ഞു, മന്ത്രിസ്ഥാനവും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരേണ്ട, വേണേ മുന്നണിയിലെടുക്കാം, മന്ത്രിസ്ഥാനം ഇല്ലാതെ അങ്ങോട്ട് കയറാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് മാണി ഗ്രൂപ്പ്. മന്ത്രിസ്ഥാനം കൊടുത്താൽ നിശ്ചയമായിട്ട് മാണി ഗ്രൂപ്പ് നാളെ BJP-യുടെ മുന്നണിയിലേക്ക് NDA-യിലേക്ക് പോകുന്നുള്ള ആരാ സംശയം? ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ A. സജീവൻ, ഇപ്പോൾ ഇവിടെ നിരീക്ഷിച്ചതുപോലെ ഈ KM മാണി മലപ്പുറം തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് പിന്തുണ കൊടുത്തു എന്നുള്ള ഒരു സൂചന വെച്ച് UDF-നോട് വെറുപ്പില്ല എന്ന് മനസ്സിലാക്കി കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുകയായിരുന്നു എന്ന് വേണമോ കരുതാൻ? അതോ കോൺഗ്രസിന് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു അജണ്ട ഉണ്ടായിരുന്നു? അവർ ക്ഷീണിച്ചു എന്ന് അവർക്ക് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. KM മാണിയും കൂടി വന്നാലേ ഒരു മധ്യ തിരുവിതാംകൂറിൽ വേണ്ട നേട്ടമുണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കോൺഗ്രസ് കരുതുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതിലെ ഒരു വിഭാഗം കരുതുന്നതുകൊണ്ട്, ഉണ്ണിത്താൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 90% കോൺഗ്രസ്സുകാർ കരുതുന്നത് കൊണ്ടാണ് ഈ ക്ഷണം വന്നത് എന്ന് കരുതണമോ? തീർച്ചയായിട്ടും ഇതിൽ മലപ്പുറം തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ നമുക്കറിയാം കുറേ വോട്ട് UDF-ന് അധികമായി കിട്ടിയിട്ടുണ്ട്. LDF-ന് അതിനേക്കാൾ 1,03,000 കൂടുതൽ വോട്ടുകൾ LDF-ന് കിട്ടിയിട്ടുണ്ട്. BJP-ക്ക് കിട്ടിയില്ല. അപ്പോൾ പക്ഷേ ഇത് നോക്കണം, 75,000 വോട്ടുകളോളം SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ സ്വാഭാവികമായിട്ട് അവർ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ട് ഏതോ ഒരു പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, ഒന്നുകിൽ LDF-ന് അല്ലെങ്കിൽ UDF-ന്. LDF നേതാക്കന്മാർ നേരത്തെ പറഞ്ഞത് ഈ രണ്ട് പാർട്ടികളുടെയും വോട്ട് UDF-ന് പോകുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര വോട്ടുകളെ ഏതാണ്ട് UDF-ന് അധികമായി കിട്ടിയിട്ടുള്ളൂ, കുഞ്ഞാലിക്കുട്ടിയെ കിട്ടിയുള്ളൂ. ബാക്കിയുള്ള ഈ പുതിയ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്ന 83,000 വോട്ടും പ്ലസ് കുറേ വോട്ടുകൾ LDF-ന് കിട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള വോട്ടുകളായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇപ്പുറത്തേക്ക് UDF-ലേക്ക് BJP-ക്ക് അനുകൂലമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറേ മറ്റു വോട്ടുകൾ ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടാവും. ഇങ്ങനൊരു സാധ്യതയാണുള്ളത്. ഇത് ഏതാണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ കാലിനടിയിലുള്ള മണ്ണ് BJP-ക്ക് അനുകൂലമായിട്ട് പോകാനുള്ള സാധ്യത നേരത്തെ AK ആൻ്റണി പറഞ്ഞ പകലും രാത്രിയിലും രണ്ട് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, പകൽ കോൺഗ്രസ്സുകാരും രാത്രി BJP-ക്കാരുമാവുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞില്ലേ, ആ ഒരവസ്ഥയുടെ സാധ്യത മനസ്സിലാക്കിയിട്ടാണ് ഇനി അടുത്ത 2019 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ
കുറേ സീറ്റ് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് MM ഹസൻ ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കിയത്. സ്വാഭാവികമാണ്, നേരത്തെ ആന്റണി രാജുവൊക്കെ പറഞ്ഞ പോലെ KM മാണിക്ക് 2019 തനിച്ച് മത്സരിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് ഒരു തീരുമാനമെടുക്കണം. അത് ഏതാണ്ട് അതിനുള്ള ഒരു വിലപേശലിൻ്റെ ഭാഗമായിട്ടാണ് ലീഗിന് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായിട്ട് ഇത്തവണ മലപ്പുറത്ത് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ചെന്നത്. സ്വാഭാവികമായിട്ടും വേങ്ങരയിലും ആ നിലപാട് എടുത്തേക്കാം. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്ക് വിലപേശലിനൊക്കെ മാണി ആരാണ് മോൻ എന്ന് തോന്നുന്ന രൂപത്തിൽ മാണിക്കറിയാമല്ലോ, ഇപ്പോഴൊന്നും അദ്ദേഹം ഒരിക്കൽ പോലും UDFിൻ്റെ ഭാഗമായിട്ട് പോവില്ല. അദ്ദേഹം 2010 അടുക്കുമ്പോഴേക്ക് ഇതിനിടയിൽ ആരാണോ കൂടുതൽ വില നൽകുന്നത്, തൻ്റെ കച്ചവടത്തിന് തൻ്റെ ചരക്കിന് ഏറ്റവും കൂടുതൽ വില എവിടെയാണോ കിട്ടുന്നത് അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എപ്പോഴും KM മാണി പോലുള്ളൊരു നേതാവ് ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഇതൊക്കെ അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്ഷണം മുറുകിയിട്ട് വരുമ്പോൾ ഇലക്ഷൻ സമയമാകും. അപ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ മറ്റിനി ഭാവിയിലേക്കുള്ള കാര്യത്തിലൊക്കെ മാണി കൃത്യമായിട്ട് വിലപേശും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. KM മാണിക്ക് എപ്പോഴും അറിയാം. അദ്ദേഹത്തിന് ലീഗിനോടുള്ള ബന്ധത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. KM മാണി ഈ PC ജോർജിനെയും PJ ജോസഫിനെയും ഒക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ആന്റണി രാജുവിൻ്റെ പാർട്ടി, പഴയ പാർട്ടി, അവരെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയ വിശാലമായ കേരള കോൺഗ്രസ് ഉണ്ടാക്കി. എന്തിനായിരുന്നു? ഒന്നുകിലൊരു ഉപമുഖ്യമന്ത്രി എങ്കിലാവണം. കോൺഗ്രസിന് പിറകിൽ രണ്ടാമത്തെ പാർട്ടിയാണ് ഞങ്ങളാണ് UDFിലെ രണ്ടാം പാർട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ലീഗ് നേതാക്കന്മാർ മറുപടി കൊടുത്തിരുന്നു. അന്ന് ലീഗും കോൺഗ്രസും തമ്മിൽ ബന്ധമല്ല, ലീഗും കേരള കോൺഗ്രസും തമ്മിൽ ബന്ധമല്ല, ശത്രുതയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് KM മാണിക്ക് വിലപേശാനുള്ള തന്ത്രം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർക്ക് ഈ മലപ്പുറം തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. അവരുടെ കാലിനടിയിലെ മണ്ണ് കുറേശ്ശെ. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്ന് KPCC പ്രസിഡന്റ് KM മാണിയെ ക്ഷണിക്കുന്നു. അത് ഏതർത്ഥത്തിലാണെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി KM മാണിയെ പോലെ UDF വിട്ടുപോയ, ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞു വിട്ടല്ലാതെ തനിയെ ഇറങ്ങിപ്പോയ ഒരാൾ ഈ രീതിയിൽ ക്ഷണിക്കപ്പെടണമെങ്കിൽ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അതിലെ പല നേതാക്കൾക്കും അത് സഹിക്കാൻ പറ്റില്ല. കാരണം അത്ര അധിക്ഷേപിച്ചതാണ്. ഇപ്പോഴും കോൺഗ്രസിനെ നല്ല വാക്ക് പറയുന്നില്ല, ചർച്ചകളിൽ പോലും ഒരു സൂചന പോലും തരുന്നില്ല. മുസ്ലിം ലീഗിനെ വേണമെങ്കിൽ പൊക്കി പറയാൻ തയ്യാറാകുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇന്ന് രാവിലെ ആ രീതിയിൽ ഒരു മറുപടി പറഞ്ഞതാണ് ശ്രീ സജീവനെ പോലുള്ളവരെ കൊണ്ട് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിച്ചത്. അതായത് കോൺഗ്രസിന്റെ മണ്ണൊലിച്ചു പോകുന്നു. ഇപ്പോൾ BJPയുടെ വാർത്തകൾ വരുന്നുണ്ടല്ലോ, കേരളത്തിൽ അവർ പലതും നോക്കി ഇരിക്കുന്നുണ്ട്, പല മണ്ഡലങ്ങൾ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്, 11 മണ്ഡലങ്ങളോളം. അപ്പോൾ അതിലേക്ക് KM മാണിയെ പെടുത്താതെയെങ്കിലും UDFിന്റെ ശക്തി വർദ്ധിപ്പിക്കണം എന്ന് കരുതിയുള്ള ഒരു പെട്ടെന്ന് തിടുക്കത്തിലുള്ള ഒരു നീക്കമായിരുന്നോ ഇത്? അല്ലേ, സജീവൻ വളരെ ഭംഗിയായി കാര്യങ്ങൾ പഠിച്ച് നിരീക്ഷണം നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ മലപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ സകല വശങ്ങളും ഇന്ന് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്, എല്ലാ അനുകൂലമായും പ്രതികൂലമായും. അപ്പോൾ അനുകൂലമായും പ്രതികൂലമായിട്ടുള്ള സകല ഘടകങ്ങളും അപഗ്രഥിച്ച് നമ്മൾ അവലോകനം ചെയ്താൽ ആ അവലോകനം ഈ ഇപ്പം നടത്തിയിരിക്കുന്ന നിരീക്ഷണവുമായി പുലബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് സജീവൻ എന്തു പറ്റിയെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പിലെ വോട്ട് എടുത്ത് പരിശോധിച്ചാൽ ക്രമാനുഗതമായ വളർച്ചയാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കുണ്ടായി, UDF സ്ഥാനാർത്ഥിക്കുണ്ടായിരിക്കുന്നത്. മാത്രമല്ല 2016 തെരഞ്ഞെടുപ്പും 2017 തെരഞ്ഞെടുപ്പുമായിട്ട് വ്യത്യാസമുണ്ട്. 2016 ശ്രീ E. അഹമ്മദാണ് മത്സരിച്ചത്. അദ്ദേഹം 18 വർഷം MLA ആയിരുന്നു, അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു, അദ്ദേഹം 22 വർഷക്കാലം പാർലമെൻറ്റ് മെമ്പറായിരുന്നു. മാത്രമല്ല 3 പ്രാവശ്യം 3 വകുപ്പുകൾ 2 പ്രാവശ്യമായി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിരവധി ഐക്യരാഷ്ട്ര സഭയിൽ നിരവധി പ്രാവശ്യം പോവുകയും ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പ്രതിനിധിയായി അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ പോയി ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല സൗദി രാജാവ്, നമുക്കറിയാം, ഈ ഹജ്ജ് തീർത്ഥാടനത്തിന് വളരെ കുറച്ച് ആളുകളെ നേരിട്ട് ക്ഷണിക്കുന്ന ആളുകളിൽ ഒരാളായിരുന്നു ശ്രീ അഹമ്മദ് സാഹിബ്. ഖബ വൃത്തിയാക്കുന്ന ചടങ്ങിലും വളരെ കുറച്ച് ആളുകൾക്ക് ക്ഷണം കിട്ടും, അതിലും ഒരാളാണ് അദ്ദേഹം. അപ്പോൾ E. അഹമ്മദിനെ നമ്മൾ വില കുറിച്ച് കാണേണ്ട, ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം മത്സരിക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് UPA ആണ്, കേരളം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയാണ്. സ്വാഭാവികമായി കേന്ദ്രവും കേരളവും ഭരിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലാണ് ഈ പറയപ്പെടുന്ന 1,94,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത്. അതിനുശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നു.
ഇപ്പോൾ ഇവർ പറയും പാർലമെൻറ്റ് വേറെ, അസംബ്ലി വേറെ, പഞ്ചായത്ത് വേറെ. അതല്ലല്ലോ. UDFന് അനുകൂലമായ ഒരു സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ 1,90,000 വോട്ട് കിട്ടുകയും UDFന് പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ടായി. കാരണം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിനെ അപമാനിച്ച്, അവഹേളിച്ച്, അപകീർത്തിപ്പെടുത്തി. വെറും ആരോപണങ്ങളുടെ ഒരു പെരുമഴക്കാലമാണല്ലോ. ജനങ്ങളുടെ മുമ്പിൽ സംശയത്തിൻ്റെ മുൾമുനയിൽ ആ ഗവൺമെൻറ്റിനെ നിർത്തി. ആ ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോഴാണ് നമുക്കറിയാം ഈ പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7 സ്ഥലത്തും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി UDFൻ്റെ ടിക്കറ്റിൽ ജയിച്ചുവെങ്കിലും ഈ 1,94,000 കമ്പയർ ചെയ്യുമ്പോൾ അത് 1,18,000 കുറഞ്ഞു വന്നു. ആ 1,18,000 കുറഞ്ഞു വന്നിടത്തു നിന്നാണ് ഈ ഗവൺമെൻറ് യാത്ര ആരംഭിക്കുന്നത്. 10 മാസം ഈ ഗവൺമെൻറ് ഭരിച്ചു. കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങൾ ആരും അതെ ഞാൻ പറഞ്ഞ ആദ്യം ഇവിടെ കോൺഗ്രസ് ദുർബലപ്പെട്ടു എന്നുള്ള സജീവന്റെ വാദം അക്ഷരാർത്ഥത്തിൽ തെറ്റാന്ന് പറഞ്ഞെങ്കിലേ അതിലോട്ട് വരാൻ പറ്റൂ. അപ്പോ മുസ്ലിം ലീഗിന്റെ വോട്ടാണ്. അതല്ലല്ലോ, മുസ്ലിം ലീഗിന് ശക്തി ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ കേരളത്തിൽ കൊല്ലം ജില്ലയിലൊക്കെ CPM-നൊക്കെ വലിയ ശക്തി CPI ആണ്. അപ്പോൾ അവരുടെ വോട്ട് കൊണ്ടാ ജയിച്ചെന്ന് പറയേണ്ടി വരും. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അല്ല, അവിടെ CPI ആണ്. അത് അങ്ങനെ പറയരുത്. ഒരു മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് ചെറിയ പാർട്ടിയാണ്, RSP അങ്ങനല്ലല്ലോ. എല്ലാവർക്കും തുല്യതയാണ് ഒരു മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ. എന്നാൽ പിന്നെ ഈ കൊച്ചു പാർട്ടിക്ക് വോട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ മുന്നണി ഉണ്ടാക്കുന്ന? ഒറ്റയ്ക്ക് മത്സരിക്കാം. പക്ഷേ ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് ചേർന്നതാണോ ഈ KM മാണി വേണ്ട എന്ന് പറഞ്ഞിട്ടും പുറകെ പോയി ഇങ്ങനെ പിടിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കഴിഞ്ഞ പിന്നെ 10 മാസത്തിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങളിപ്പോൾ 72,000 വോട്ട് പിന്നെ കൂടുതൽ കഴിഞ്ഞ പാർലമെന്റിനേക്കാൾ കൂടുതൽ നേടിയിരിക്കുക. അപ്പോൾ കഴിഞ്ഞ പാർലമെന്റിൽ അഹമ്മദിന് കിട്ടിയ വോട്ടിനേക്കാൾ 72,000 വോട്ട് UDFന് കൂടുതൽ കിട്ടിയിട്ടും നിങ്ങൾ പറയുന്ന 1,00,000 വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം കിട്ടണമെന്ന് ഭരണഘടനയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീ ഉണ്ണിത്താൻ, അപ്പോഴും ഈ KM മാണിയെ എന്തിനാണ് KPCC പ്രസിഡന്റ് MM ഹസൻ ഇങ്ങനെ പാർട്ടിയുടെ സ്ഥാനം പോലും നോക്കാതെ ക്ഷണിച്ചത് എന്നതാണ് ചോദ്യം. രമേശ് ചെന്നിത്തല പറഞ്ഞ ആ ഭാഷ വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു, പറഞ്ഞു വിട്ടതല്ലോ. അല്ല ലാലേ, ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ലാലിന് താല്പര്യമില്ലെന്ന് മനസ്സിലായി. അതാണ് ഈ വിഷയം ഡൈവേർട്ട് ചെയ്ത് വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴും സജീവന്റെ ചോദ്യത്തിന് ഉത്തരം ആയില്ല. BJP ഈ തെരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോയി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. LDF ഞാൻ പറഞ്ഞത് ഇവിടെ സജീവം പറഞ്ഞ വളരെ തെറ്റായ ഒരു കാര്യമില്ലേ. ഇവിടെ ഈ പിന്നെ വെൽഫെയർ പാർട്ടിയും SDP പണ്ട് ആലപ്പുഴയിൽ വോട്ട് കിടക്കുമ്പോ അച്യുതാനന്ദൻ ആർക്കാ വോട്ട് ചെയ്തത്? സുധാകരൻ പോയി എത്തി നോക്കിയപ്പോൾ അതായത് ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസിന് ആവശ്യത്തിൽ അധികം ശക്തിയുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അത് തെളിഞ്ഞതാണ്. അങ്ങനെയുള്ള നിലയ്ക്ക് KM മാണിയുടെ പിന്നാലെ പോകേണ്ടതില്ല. അപ്പൊ KM മാണി ഇങ്ങോട്ട് വരട്ടെ എന്നോ അല്ലെങ്കിൽ അങ്ങനെ വരുന്നതാണ് എന്നാണോ കാണേണ്ടത്? അങ്ങനെയല്ലല്ലോ. ഇപ്പോ കോൺഗ്രസിന്റെ ചുവട്ടിലെ മണ്ണൊന്നും ഒലിച്ചു പോയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ജനതാദള് LDF വിട്ടാണ് UDFൽ വന്നത്. RSP കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF വിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ 91 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നത്. എത്ര പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറി അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ തീരുമാനം പുനഃപരിശോധിക്കണം, നിങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരാണ്, നിങ്ങൾ തിരിച്ചു വരണം. ജനതാദളിനോട് ആവശ്യപ്പെട്ടില്ലേ? എന്താ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയും ദുർബലമായോണ്ടാണോ വീരേന്ദ്രകുമാറിനോട് തിരിച്ച് ഇടതുമുന്നണി വരണമെന്ന് പറയുന്നത്, RSPയോട് വരണമെന്ന് പറയുന്നത്? അത് അവരുടെ പാർട്ടിക്കകത്ത് നിന്ന് നേതാക്കൾ ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ശ്രീ വീരേന്ദ്രകുമാർ പ്രതികരിച്ചിട്ടുണ്ട്, ശ്രീ ചന്ദ്രചൂഡൻ പ്രതികരിച്ചിട്ടുണ്ട്. അതിനൊക്കെ മറുപടി പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇതിനകത്ത് KM മാണി എപ്പോഴും പറയുന്നത് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളെ ഇപ്പോൾ വിളിക്കേണ്ട, ഞങ്ങൾ വളരെ സുന്ദരികളായിട്ടിരിക്കുന്നു, എല്ലാവരും ഞങ്ങളോട് വിളിക്കുന്നവരാണ്, ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്, നന്ദി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വരാം ശ്രീ ഉണ്ണിത്താൻ. ശ്രീ ആന്റണി രാജു, ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞ മറുപടി തൃപ്തികരമാണ്? ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ആന്റണി രാജു സംസാരിച്ചപ്പോൾ ഒരു കാര്യം തെറ്റായി പറഞ്ഞു. അത് ശരിയല്ല. ആന്റണി രാജു ഇത്തവണ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് KM മാണിയെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. UDF അല്ലല്ലോ, UDF അല്ല, അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ കുഞ്ഞാലിക്കുട്ടി KM മാണിയെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയും ആ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് KM മാണി. ശ്രീ ഉണ്ണിത്താൻ, അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ ചോദ്യം പെട്ടെന്ന് ഉത്തരം പറയാമെങ്കിൽ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പക്ഷേ മറ്റു പാർട്ടികളിലുള്ള ആളുകൾ വരെ സ്നേഹത്തിന്റെ പേരിൽ ഫോൺ വഴിയും ഒക്കെ എന്നെ സഹായിക്കണം, ഞാൻ മത്സരിക്കുകയാണെന്ന് പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം മറന്ന് അതിലെ കക്ഷികളെ അപമാനിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി അതിലെ ചിലരെ മാത്രം അംഗീകരിച്ചുകൊണ്ട് പോയി ഇങ്ങനെ പിന്തുണ നൽകുന്നത് ശരിയാണോ?
ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സൗന്ദര്യ പിണക്കത്തിന്റെ പ്രശ്നമാണ്. സാങ്കേതികമായി KM മാണിയും കേരള കോൺഗ്രസും UDF ഇല്ലെന്ന് പറഞ്ഞാലും ശരി, UDF അവിഭാജ്യ ഘടകം തന്നെയാണെന്ന്. ശരി, അതല്ല UDF സകല ബന്ധങ്ങളും KM മാണി എന്ന് അവസാനിപ്പിക്കുന്നു. അന്നേ ഞങ്ങളുടെ ഈ പ്രസ്ഥാനമായിട്ടുള്ള ബന്ധം സൗന്ദര്യപ്പിണക്കമാണോ അല്ലയോ എന്ന് പറയേണ്ടത് സജീവ് മഞ്ഞക്കടമ്പനാണ്. ശ്രീ ആന്റണി രാജു എന്ത് തോന്നുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിടത്ത് എത്തിയിരിക്കുകയല്ലേ, ഇതൊരു നാടകമാണ്. മാണി ഗ്രൂപ്പും കോൺഗ്രസും കൂടെ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ ഒന്നാണ്, ഞങ്ങളൊരു മുന്നണിയാണ്. മാണി തന്നെ ഇന്ന് പറഞ്ഞത് എന്താ? ഞങ്ങൾ ഉടനെ ഇല്ലെന്ന് പറഞ്ഞത്. ഉടനില്ല, അതിൻ്റെ അർത്ഥം നാളെ ഉണ്ട്. മാണിയെ സംബന്ധിച്ച് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ അസന്നിഗ്ധമായി പറഞ്ഞു മാണി ഗ്രൂപ്പിനെ ഇടതുപക്ഷ മുന്നണിയിലേക്ക് എടുക്കുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആകെപ്പാടെ പുള്ളിക്കൊരു ഓപ്ഷൻ എന്താ മാണി ഗ്രൂപ്പിന്? ഒന്നെങ്കിൽ UDF മടങ്ങിപ്പോവുക, അല്ലെങ്കിൽ BJP പോവുക. പക്ഷേ BJP ഉദ്ദേശിച്ചതുപോലെ കയറാൻ കഴിയാത്തതുകൊണ്ട് ആകെയുള്ളൊരു വാതിൽ ഇപ്പോൾ തുറന്നു കിടക്കുന്നത് ഇനി കോൺഗ്രസിന്റെ UDF മാത്രമാണ്. ഇവർ പറയുന്നത് പോലെ എല്ലാ വാതിലുകളും ഞങ്ങളുടെ മുമ്പ് തുറന്നു കിടക്കുന്നത് പറയുന്നതൊക്കെ വെറും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ഏത് വാതിലാണ് തുറന്നു കിടക്കുന്നത്? 2 വാതിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു. അതിൽ BJP ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കില്ലെന്ന് പറഞ്ഞോടെ ഏതാണ്ട് ആ വാതിൽ അടഞ്ഞു. ഇപ്പൊ KPCCയുടെ വാതിൽ UDF വാതിലല്ലാതെ KM മാണിക്ക് വാതിൽ. പക്ഷേ ആ വാതിൽ ശരിക്കും തുറന്നു കിടക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ശ്രീ ഉണ്ണിത്താൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ. ഇല്ലില്ല, ആ വാതിൽ തുറന്നു തന്നിട്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഉണ്ണിത്താനും പറഞ്ഞത്. KM മാണിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കിക്കോ, 2017 ഉണ്ടാവില്ല. 2018 UDF അകത്തേക്ക് അദ്ദേഹം തന്നെ ഇവർ വിളിച്ചില്ലെങ്കിലും പോകും. കാരണം 19 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പോയാൽ ഒരുപക്ഷെ, അല്ലെങ്കിൽ തന്നെ ഏതാണ്ട് ഇനി മടങ്ങി വന്നാൽ കാണിച്ചു തരാമെന്നാണ് കോട്ടയത്തെ പാർലമെന്റ് സീറ്റിലെ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 6 മാസം മുമ്പെങ്കിലും 2017 പകുതി കഴിയുമ്പോൾ 18 പകുതി കഴിയുമ്പോൾ മാണി ഗ്രൂപ്പ് നിശ്ചയമായിട്ടും കോൺഗ്രസിന്റെ ഭാഗമായിരിക്കും, UDF അവർക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും ഞങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞത്. ഇവര് നമ്മുടെ മുമ്പിൽ കളിക്കുന്ന ഒരു വെറും നാടകമാണ്. ശരി 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 ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ, ഇപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്രയൊക്കെ പറയുമ്പോഴും ഇതൊക്കെ വെറുതെയാണ്, സൗന്ദര്യ പിണക്കം മാത്രമാണുള്ളത്. നിങ്ങൾ ഈ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്തൊന്നും വാതിൽ തുറന്നിട്ടിട്ട് കിടപ്പില്ല എന്ന് ശ്രീ ആന്റണി രാജുവും പറയുന്നുണ്ട്. എവിടെയാണ് നിങ്ങളുടെ വാതിലുകൾ ഇങ്ങനെ തുറന്ന് മലക്കെ കിടക്കുന്നത് UDF അല്ലാതെ? ആന്റണി രാജു മാത്രമേ പറയുള്ളൂ. എല്ലാവരും വാതിൽ തുറന്നു തന്നെ എത്തി. കുമ്മന രാജശേഖരൻ ഒരുപാട് തവണ വാതിൽ കയറി വരണം ക്ഷണിച്ചു, ഞങ്ങൾ പോയില്ല. എന്തുകൊണ്ടാണ് പോകാത്തത് ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ? പറയട്ടെ, എനിക്ക് അവസരത്തിൽ പ്ലീസ്. ആന്റണി രാജു പറഞ്ഞു ഇവിടെ വലിഞ്ഞു കയറി ഞങ്ങള് UDF പോവാം. ഞങ്ങൾ ഒരിടത്തും വലിഞ്ഞു കയറി പോകാൻ ആഗ്രഹിക്കുന്നില്ല. വലിഞ്ഞു കയറി ഒരാള് അനിൽരാജു ഉൾപ്പെടെ അനിൽരാജിന്റെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഇരിക്കുക, ഒരു കോർപ്പറേഷൻ ചെയർമാൻ സാറ് പോലും കിട്ടിയിട്ടില്ല. വലിഞ്ഞു കയറിന്റെ ഭാഗമാണ്. അവരെ ആരും അങ്ങോട്ട് ക്ഷണിച്ചില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അനിൽരാജുവിന്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ പിന്തുണയോ അല്ലെങ്കിൽ ഓട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരൂ എന്ന് അവർക്ക്. ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ, ശ്രീ ആന്റണി രാജു ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് തിരുവനന്തപുരത്ത്. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ഇനി അതിനകത്ത് ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ, ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ കാര്യമാണ് പറയേണ്ടത്. BJP നിങ്ങൾ ക്ഷണിച്ചു എന്ന് പറയുന്നു. അപ്പോ എന്തുകൊണ്ടാണ് BJP നിങ്ങൾ പോകാത്തത്? പോകില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, തീർച്ചയായും BJP കേന്ദ്രമന്ത്രി സ്ഥാനം തരികയല്ലെന്ന് അനിൽരാജുവിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേന്ദ്രമന്ത്രി അല്ല എന്ത് വേണം തരും. ജോസ് കെ മാണിയെ മന്ത്രിയാക്കാവുന്ന പലവട്ടം BJP നേതാക്കന്മാർ പറഞ്ഞാൽ ഞങ്ങളാരും ആ ഒരു മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ അല്ലെങ്കിൽ BJP ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ആ മന്ത്രിസ്ഥാനമല്ല ഞങ്ങൾക്ക് പ്രാധാന്യം. അപ്പൊ എന്താണ് ഈ BJP ആയിട്ടുള്ള നിങ്ങളുടെ രസക്കേടിന്റെ കാരണം? എന്താണ് ഈ മന്ത്രിസ്ഥാനം തരാമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്? BJP സ്വാഭാവികമായിട്ടും രാജ്യത്ത് വർഗീയത അടിച്ച് ഏൽപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റണമെന്ന നിലയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയോടൊപ്പം കേരള കോൺഗ്രസ് പോലുള്ള ഒരു. ശരി, അപ്പം BJP വാതിൽ അവർ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് കരുതുന്നത്? വേണ്ടതാണ് കരുതുന്നത്. കൊല്ലാൻ പറ്റുകയെന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരി, ബീഫ് കൂടെ തിന്നുക. അപ്പൊ പിന്നെ എങ്ങോട്ടൊക്കെയാണ് പോവുക? അപ്പൊ പിന്നെ 2019 ആകുമ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയല്ലേ പറ്റൂ, അല്ല ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലല്ലോ. വരട്ടെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരട്ടെന്നേ. ആയില്ലല്ലോ. ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുമ്പ് ആരും ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. മനസ്സിലാകുന്ന ഒരു കാര്യം പറയുന്നത്, കേരള കോൺഗ്രസ് സുന്ദരിയായ ഒരു സ്ത്രീയെ എല്ലാവരും നോക്കും, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പുറകെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പുറകെ എല്ലാവരും പോകും എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ്. ഈ സുന്ദരികളായ സ്ത്രീകൾ ആരുടെയെങ്കിലും ഒക്കെ പുറകെ പോവുകയാണെങ്കിൽ അത് വളരെ മോശമായിട്ടേ കരുതുകയുള്ളൂ. അങ്ങനെ പറ്റില്ലല്ലോ. അവർ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി നല്ല തറവാടിത്തത്തോടുകൂടി പെരുമാറണം. ഇന്ന സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ കൊള്ളാവൂ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പോകും എന്ന് തീരുമാനിക്കണമല്ലോ. ഞങ്ങൾ നല്ല സുന്ദരിയായ സ്ത്രീ, ഞങ്ങൾ ആരുടെയും പുറകെ പോയിട്ടില്ല. ഞങ്ങളെ അന്തസ്സും ആഭിജാത്യത്തോടുകൂടി ഞങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുക, ഞങ്ങൾ ജീവിക്കുന്ന പാർട്ടിയാ. അത് ഞങ്ങൾ ആരുടെ പുറകെ പോയിട്ടില്ല. അത് CPM-ന്റെ പുറകെ പോയിട്ടില്ല, BJP-യുടെ പുറകെ പോയിട്ടില്ല, ഇപ്പോൾ UDF അപേക്ഷയും കൊടുത്തിട്ടില്ല. ആണ് സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. വരട്ടെ കാര്യങ്ങൾ.
നമ്മുടെ ഇവിടുത്തെ രാജ്യ താല്പര്യം ശരി ഒറ്റ ഉത്തരം കൂടി പെട്ടെന്ന് എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങയിൽ നിന്ന് ഒരു മറുപടി കിട്ടേണ്ടത് ഈ ചരൽക്കുന്ന് ക്യാമ്പിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രീ ആന്റണി രാജു തുടക്കത്തിൽ പറഞ്ഞു. എല്ലാ മാധ്യമങ്ങളിലും വന്ന കാര്യങ്ങളാണ്, നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ തീർന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയ അവസ്ഥയിൽ എല്ലാവരും തുല്യ അകലത്തിൽ തന്നെ നിൽക്കുകയാണോ ഇപ്പോൾ? അല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നോ മാണിസാറോ കേരള കോൺഗ്രസ് പാർട്ടിയോ പറഞ്ഞില്ലല്ലോ. എവിടെയെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ കേരള കോൺഗ്രസ് പാർട്ടി അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെ തന്നെ അടിയുറച്ച് നിൽക്കുന്നു. ഞങ്ങൾ സമദൂരം എന്ന് പറഞ്ഞാൽ അവിടെ UDF ഭാഗമല്ല, LDF ഭാഗമല്ല, BJP ഭാഗമല്ല. ഇവിടെ BJP ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ കോൺഗ്രസിൽ നിന്ന് ചിലർ നിങ്ങൾ മാണിസാറിനെ പുറകിൽ നിന്ന് കുത്തി എന്നിടത്ത് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞിടത്തൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണോ? അതല്ലോ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് നേതാവ് പറഞ്ഞല്ലോ, 90% കോൺഗ്രസുകാരും KM മാണിസാറ് UDF വരണമെന്ന് ആഗ്രഹിക്കുന്നു. 90% കോൺഗ്രസുകാരും UDF KM മാണിസാറിനെ കേരള കോൺഗ്രസ് പാർട്ടി ഉപദ്രവിച്ചില്ല. 10% ഉപദ്രവിച്ചിട്ട് ഞങ്ങൾക്കറിയാം. അപ്പൊ ആ 10% പേരെ അതിനകത്ത് ഒതുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതിന് കുഴപ്പമില്ല. അവർ അതിന്റെ തലപ്പത്തൊന്നും ഇരിക്കാതിരുന്നാൽ പറയട്ടെ. അങ്ങനെയല്ല. ഇവിടെ ആന്റണി രാജു പറഞ്ഞു കേട്ടു, ഞങ്ങളെ ആരോണ്ട് ബലമായിട്ട് ഇറക്കി വിട്ടാ. ഞങ്ങളെ ആരും ബലമായിട്ട് ഇറക്കി വിട്ടു. പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു വീട്ടില് അലമ്പ് മൂത്താല് അവിടെ ജീവിക്കാനല്ല, അങ്ങനെ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ മകനാണെങ്കിൽ അടുത്ത വീട്ടിലേക്ക് മാറി താമസിക്കും. അത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് ശ്രീ ആന്റണി രാജുവും പറഞ്ഞത്. ഒരു വീട്ടിനകത്തുള്ള പ്രശ്നമാണ്, സൗന്ദര്യപ്പിണക്കമാണെന്ന് ശ്രീ രാജുമോഹൻ ഉണ്ണിത്താനും പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ശ്രീ R ബാലകൃഷ്ണപിള്ള. ഇപ്പോ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ പൊതു പ്രതികരണം വെച്ച് നോക്കുമ്പോൾ ഈ കോൺഗ്രസിനോട് പൊതുവേ കുഴപ്പമില്ല, ഇതൊരു നാടകമാണെന്ന് എല്ലാവരും പറയും പോലെ തന്നെയാണ്, സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ എന്ന് ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരുടെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ ചില ഈ 10% ആളുകളുടെ പ്രശ്നമാണ്. അതായത് ഈ KM മാണിയെ ദ്രോഹിച്ചവർ, അന്ന് UDF നിന്ന് അതിനകത്ത് നിന്ന് കോൺഗ്രസിൽ നിന്ന് ദ്രോഹിച്ച ഒരു വിഭാഗം കോൺഗ്രസിലുണ്ടല്ലോ, അവരെയാണ് ഉന്നം വെക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ആ കാര്യങ്ങൾ മാറ്റുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാമെന്നാണോ ഇപ്പോൾ KM മാണി പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് ഇതിൽ പങ്കെടുത്ത ആരും KM മാണി UDF പോവുകയില്ല എന്നാരും പറഞ്ഞില്ല. ഇനി ഈ കേരള കോൺഗ്രസ് പ്രതിനിധി, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി സംസാരിച്ച ആൾ പറഞ്ഞതിനും പറഞ്ഞില്ല. അപ്പൊ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ ഇല്ലോ എന്നുള്ളതിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഒരു ചർച്ചയുടെ ആവശ്യമേ ഇല്ല. അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് KM മാണി ഈ മുന്നണിയിലേക്ക് പോകും. കോട്ടയം സീറ്റ് വാങ്ങിച്ചുകൊണ്ട് മാണി ഇതെല്ലാം അംഗീകരിക്കുകയും ചെയ്യും. കാരണം മറ്റു സീറ്റുകളൊന്നും കിട്ടാൻ മാർഗമില്ല, അംഗീകരിക്കുകയും ചെയ്യും. മാണിയെ ശരിക്കും അറിയാവുന്ന ആളാണ് ഞാൻ. ബാക്കിയൊക്കെ ആന്റണി രാജു പറയട്ടെ, അറിയാവുന്ന ആളാണ്. ഉണ്ണിത്താനും അറിയാം. മാണി എവിടെ പോകുന്നതായി പറയുന്നത്? ഇങ്ങോട്ട് ഒറ്റയ്ക്ക് നിൽക്കുമോ? ഒറ്റയ്ക്ക് നിന്നാൽ കോട്ടയം ജില്ലയിൽ കോട്ടയം സീറ്റിൽ 3-ാമത്തെയോ 4-ാമത്തെ സ്ഥാനത്തേക്ക് പോകും. അങ്ങനെയാണല്ലോ പലയിടത്തും വരുന്നത്. 3-ാമത്തെയോ 4-ാമത്തെയോ സ്ഥാനത്തേക്ക് പോകുന്നത് ശരി, ഒരുപക്ഷെ BJP താഴെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇയാള് ആരെയും മോശപ്പെടുത്തി പറയുകയല്ല. പറഞ്ഞോളൂ ശ്രീ ബാലകൃഷ്ണ. ഹലോ, പറഞ്ഞോളൂ. അതായത് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ജയിക്കുകയും തോക്കുകയും ഒരു ഇലക്ഷന് അതിന്റെ ഒരു നേതാവ് വന്നപ്പോ 9-13 വോട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞു. ഒന്നും എനിക്കറിയില്ല, പത്രത്തിൽ കണ്ട വാർത്തകളാണ്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒന്നും അല്ലല്ലോ പ്രശ്നം, ജില്ലാ പഞ്ചായത്ത് അങ്ങനൊന്നും അല്ല. ഇവിടെ വരുമ്പോ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, മാണിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുകയില്ല. ഒറ്റയ്ക്ക് നിന്ന ഒരു പാർട്ടിയുടെ ഒറ്റയ്ക്ക് നിന്നപ്പോ പാർട്ടിയുടെ 1-2 ജനറൽ സെക്രട്ടറിമാരുള്ളപ്പോ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാ ഞാൻ. പല ഇലക്ഷനും ഒറ്റയ്ക്ക് നിന്നപ്പോ എനിക്കറിയാം. ആന്റണി രാജു ഓടിച്ചിട്ടുണ്ട്. ആന്റണി രാജു കുറച്ചുകൂടെ അറിയാവുന്ന ആളാ, പറഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും നിൽക്കത്തൊന്നുമില്ല. ഇത് ഒരു ചില ഉദ്ദേശങ്ങളിലാണ് ഈ പോയത്. ആ ഉദ്ദേശത്തിൽ ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ ദ്രോഹിച്ചവരെ അതിനകത്ത് നടപടിയെടുത്ത് മാറ്റണമെന്നോ അവർക്ക് വേണ്ട രീതിയിലുള്ള നടപടികൾ അവരുടെ മേൽ കോൺഗ്രസ് എടുത്ത് മാതൃക കാണിക്കണമെന്നോ ആണോ ഇപ്പോൾ ഈ ഇങ്ങനെ താക്കീതുകൾ കൊടുക്കുന്നതിന്റെ സന്ദേശങ്ങൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം? അത് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ, എനിക്കറിയില്ല. മാണിക്ക് അറിയത്തുള്ളൂ, അറിയത്തില്ല. പക്ഷേ മാണിയെ ദ്രോഹിച്ചവരുടെ തലമുറയും അതിന്റെ ആ ചങ്ങലയുടെ കണ്ണികളും ഇപ്പോഴും അവിടെ നിപ്പുണ്ട്. മാണിയെ വേണ്ട എന്ന് പറയുന്ന ധാരാളം കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും കാണുമ്പോഴും ഒക്കെ താമസ ടിവിയിലും ഗസ്റ്റ് ഹൗസിലും ഒക്കെ കാണുമ്പോഴും ഒക്കെ ഒരു പറയാനുണ്ട്, മാണിയെ ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ വേണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അവസാനത്തെ വാക്ക് പിന്നെ ഉമ്മൻചാണ്ടിയുടെ ആയിരിക്കും.
ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ ശ്രീ സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഈ പുറകിൽ നിന്ന് കുത്തിയ ആളുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ, ഈ പുറകിൽ നിന്ന് കുത്തിയത് ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അന്ന് പോലീസിന്റെ സഹായം കൊടുക്കാതെ വൈകിക്കുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് നിയമപരമായ സഹായം കിട്ടാതിരിക്കുകയോ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം അന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ് ഉദ്ദേശിക്കുന്നത്, ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിലൊക്കെ ഒരു വാക്ക് കൊടുത്തുകൊണ്ട് UDF-ലേക്ക് അദ്ദേഹത്തിന് വരാൻ സാധിക്കുമോ? അല്ല, ഈ ഉൽപ്രേക്ഷ എന്ന് പറയുന്ന ഒരു അലങ്കാരം ഉണ്ടല്ലോ, മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷത്തെ അലങ്കൃതി ഇതാണ് എന്ന് പറഞ്ഞ പോലെ, ഈ ഞാൻ ആദ്യം തൊട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ശ്രീ KM മാണി ഐക്യ ജനാധിപത്യ മുന്നണി വിടാനെടുത്ത തീരുമാനം, അതിൻ്റെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. അദ്ദേഹത്തിന് മാത്രം അറിയാം. അതാണ് ബഹുമാനപ്പെട്ട ശ്രീ R ബാലകൃഷ്ണപിള്ള ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? എന്താ ആ മുന്നണി വിടാനുണ്ടായ കാരണമെന്ന് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അപ്പോൾ ആ കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ശ്രീ KM മാണിയെ ദ്രോഹിക്കുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കില്ല. കാരണം അദ്ദേഹം അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത് അതാണ് KM മാണിയുടെ കാരണമെന്ന് ഇവിടെ ആരും ചർച്ച ചെയ്തില്ല. ഇപ്പോൾ ലാലിൻ്റെ ഒരു അഭിപ്രായമായി പറഞ്ഞു എന്നല്ലാതെ KM മാണി പറഞ്ഞിട്ടില്ലോ ഇങ്ങനെ പേരെടുത്ത് പുറകിൽ നിന്ന് കോൺഗ്രസ്സുകാർ കുത്തി എന്നുള്ളത് എല്ലാ കോൺഗ്രസ്സുകാരുടെയും പുറകിൽ ഈ അപവാദം, ഈ ആരോപണം നിലനിൽക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കണമല്ലോ. അല്ല, അത് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെച്ചല്ലോ. ആ കമ്മീഷൻ അന്വേഷണം നടത്തിയല്ലോ, അതിൻ്റെ റിപ്പോർട്ട് വന്നല്ലോ. ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുമ്പോഴല്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എന്താണ് പിന്നെ ഈ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടെന്ന് നാളിതുവരെ പുറത്തു വിട്ടിട്ടില്ല. പുറത്തു വിടാമല്ലോ, ഇപ്പോൾ ധൈര്യമായിട്ട് വിടാമല്ലോ. കാരണം ഇപ്പോൾ സംസ്ഥാന തലത്തിൽ UDF-മായി അല്ലെങ്കിൽ കോൺഗ്രസുമായി ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ തൽക്കാലം മുന്നണി വിടാൻ ഒരു തീരുമാനമെടുത്ത് പുറത്തു നിൽക്കുമ്പോൾ ഇനി എന്തിനാണ് ഭയപ്പെടുന്നത്? എന്താണ് ആ അന്വേഷണ കമ്മീഷൻ നടത്തിയ കണ്ടെത്തലുകൾ എന്താണെന്ന് കേരളത്തിലെ പൊതുജന സമൂഹം അറിയട്ടെ. അപ്പോഴതിനെക്കുറിച്ചൊരു ചർച്ച വരുമല്ലോ. ആ ചർച്ചയിലല്ലേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കഴിയും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നിങ്ങളിപ്പോൾ ക്ഷണിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ അതൊക്കെ വൈകില്ലേ ശ്രീ ഉണ്ണിത്താൻ? എന്താ വൈകാൻ? ഇപ്പൊ പറയാൻ അടിയന്തിരമായ സാഹചര്യം ഇപ്പോൾ ഒന്നിനും ഇല്ലല്ലോ, അത്യാവശ്യമില്ല. അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ആലോചിക്കാൻ വലിയ തിടുക്കമൊന്നും ആരും കാണിക്കേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതെല്ലാവരും ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം, ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം, ഞങ്ങളാരും അദ്ദേഹത്തെ ഈ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം സ്വയം പുറത്തു പോയതാണ്. ശരി, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം. ഞങ്ങളാരും ഒരു വിലക്ക് കൽപ്പിച്ചിട്ടില്ല. ഞങ്ങളാരും വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല. അത് കേരള കോൺഗ്രസിൽ വിടുന്നു, അവർക്ക് വരണമെങ്കിൽ വരാം. ശരി, സമയത്തിന്റെ പരിമിതികളോട് ശ്രീ സജീവൻ, ഏറ്റവും അവസാനം താങ്കൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായി അവിടെ നിലനിൽക്കുക തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസും പറയുന്നു. ഏറ്റവും അവസാനം ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞു നിർത്തിയെടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം പുറത്ത് ഇനി കാര്യങ്ങൾ എന്താണെന്ന് തെളിഞ്ഞു വരട്ടെ എന്നൊക്കെയുള്ള അവസ്ഥയിലാണ്. ഇതൊക്കെ മറികടന്നുകൊണ്ട് KM മാണിക്ക് ഒരു അത്യാവശ്യം ഉണ്ടാകുന്നു. കേരള കോൺഗ്രസ് 2019 നോക്കുമ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമാകണം എന്ന് തോന്നുമ്പോൾ UDF-ലേക്ക് എത്തും എന്ന് കരുതാനാകുമോ? തീർച്ചയായിട്ടും അവസാനത്തെ അത്താണി എന്ന നിലയിൽ തീർച്ചയായിട്ടും പറഞ്ഞോളൂ ശ്രീ സജീവൻ. ശ്രീ സജീവൻ പറഞ്ഞോളൂ. കേരള കോൺഗ്രസിന്റെ തീരുമാനം നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം അവർക്ക് ഏതെങ്കിലും മുന്നണിയിലേക്ക് പോകണം. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ LDF ക്ഷണിച്ചാൽ ഈ അയിത്തം ഒന്നും ഉണ്ടാവില്ല. ഇപ്പറഞ്ഞ സജി മഞ്ഞക്കടമ്പൻ നേരത്തെ പറഞ്ഞ ഒരു അയിത്തവും ഉണ്ടാവില്ല. LDF നിങ്ങളോട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകും. BJP ആണ് പറയുന്നെങ്കിൽ അവിടേക്ക് പോകും. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, KM മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥാനം കിട്ടണം. അതിന് ഒരു സീറ്റ്, അദ്ദേഹത്തിന് സീറ്റ് വേണം. ഇപ്പോഴുള്ള കോട്ടയം സീറ്റ്, മകൻ്റെ സീറ്റ് ഉറപ്പിക്കണം. ഇതിന് ആരാണോ സഹായിക്കുക അവിടേക്ക് പോകാൻ KM മാണി തീർച്ചയായിട്ടും തയ്യാറാകും. അതിന് UDF-ൻ്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടാവാതിരിക്കാൻ, ഒരു തിരിച്ചടി ഉണ്ടാവാതിരിക്കാനാണ് ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് തന്നെ ലീഗിന് സഹായം കൊടുത്ത്, കുഞ്ഞാലിക്കുട്ടിക്ക് സഹായം കൊടുത്ത്. കാരണം UDF ആണ് അവസാനം അത്താണിയായി മാറേണ്ടതെങ്കിൽ
സ്വാഭാവികമായിട്ടും ലീഗിന്റെ പിന്തുണ അത്യാവശ്യമാണ്. കോൺഗ്രസ്സുകാർ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ലീഗ് നിർബന്ധിച്ചാൽ അവിടെ ശരി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാളത്തെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്താണ് തീരുമാനം വരിക, ആരൊക്കെയാണ് എതിർക്കുക എന്നുള്ളതും വലിയ വാർത്തയാണ്. ഒപ്പം 21-ാം തീയതിയിലെ UDF യോഗത്തിന്റെയും വിശദാംശങ്ങൾ ഈ കാര്യത്തിൽ വളരെ നിർണായകമാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ആന്റണി രാജു, ശ്രീ സജീവൻ, ശ്രീ R. ബാലകൃഷ്ണപിള്ള, ശ്രീ സജി മഞ്ഞക്കണം.